ഗോഡ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കരോളൊക്കെ വന്നു തുടങ്ങി. പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഈ കരോൾ വരുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്താൽ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയാലായിരുന്നു. കാരണം എനിക്ക് ഈ സാന്താക്ലോസിൻ്റെ താടി ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയും ആരും വിളിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്താൽ ഞാൻ വരത്തില്ല. അപ്പോൾ അമ്മ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ താടി പേടിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നേ എന്ന് ചോദിച്ചു. നിന്നെ കാണാൻ വന്ന ഉണ്ണീശോ അല്ലേ, ആ ഉണ്ണീശോനെ നീ ഒന്ന് നോക്കിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ വളർന്നു വലുതായി എനിക്ക് പിന്നീടുള്ള വർഷങ്ങളൊക്കെ ഞാൻ പതുക്കെ ആ ഒരു പേടിയൊക്കെ മാറി. പക്ഷെ അമ്മ എപ്പോഴും പറയുന്ന ആ ഒരു കാര്യമുണ്ട്, നിന്നെ കാണാൻ വന്ന ഉണ്ണീശോ അല്ലേ, ആ ഉണ്ണീശോനെ ഒന്ന് നോക്കിക്കേ. ആ ഒരു കാര്യമായിരുന്നു എൻ്റെ മനസ്സിൽ മായാതെ കിടന്നൊരു സാധനം. ആഘോഷങ്ങളിൽ ഉണ്ണീശോയ്ക്കാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ബാഹ്യമായ ആഘോഷങ്ങളിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉണ്ണീശോയ്ക്കുള്ള പ്രാധാന്യം കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന്. പക്ഷേ നമുക്ക് ഈ ഒരു ക്രിസ്മസ് മുതൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു ഉണ്ണീശോയെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ഒരുക്കത്തോടെ, അത് ബാഹ്യമായ ഒരുക്കമല്ല, ആത്മീയമായ ഒരുക്കത്തോടെ നമുക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാം. മെറി ക്രിസ്മസ്.